അതോടൊപ്പം തന്നെ എനിക്കും ഒരു ബിസിനസ് ഉണ്ട്. എനിക്ക് ഇൻഷുറൻസും ബാങ്കിങ് ഓറിയന്റഡ് പ്രോഡക്ട്സിൻ്റെ ഒക്കെ സെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കി പറ. മക്കളെ പ്രസവിച്ചിട്ട് ഭയങ്കരമായിട്ട് ബാക്ക് പെയിനും ബാക്കിയുള്ളതൊക്കെ അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. നീ പണിക്ക് പോവാ പറയുമ്പോൾ നമുക്ക് പണിയെടുക്കാൻ വയ്യ. ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ഇന്നത്തെ വീഡിയോയുടെ വിഷയം നമുക്ക് ഷാജിദ ഷാജി തന്നെയാണ് കേട്ടോ. ഷാജിദ ഷാജി നമ്മുടെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന മാസ്റ്റർ മൈൻഡ് മനുവിനെ എടുത്ത് സ്വന്തം വീഡിയോയിൽ കണ്ടന്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. കാര്യം, മാസ്റ്റർ മൈൻഡ് മനു എന്ന് പറയുന്ന ചാനലിൽ മനു ഷാജിദ ഷാജിയുടെ ഒരു വീഡിയോ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ മനു ഷാജിദ ഷാജിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, മറ്റത് പറഞ്ഞു, മറിച്ചത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഷാജിദ ഷാജി കാരഞ്ഞ് നേരെയും വിളിച്ചുകൊണ്ട് വീഡിയോ ഇട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് നമ്മുടെ മനു രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഷാജിദ ഷാജി എന്താണ് മനുവിനെ കുറിച്ച് പറയുന്നത് നമുക്കത് കേട്ടിട്ട് വരാം. രാവിലെ റിയാക്ഷൻ വീഡിയോസ് കണ്ടവന്മാരടുത്താണ് എനിക്ക് പറയാനുള്ളത്. ഏതാടാ റിയാക്ഷൻ വീഡിയോൻ്റെ പേര്? എന്താ അവൻ്റെ പേര്? റിയാക്ഷൻ വീഡിയോസേ അവൻ ചെയ്തിരിക്കണേ. അവനക്കൊക്കെ എന്താ അറിയാം എൻ്റെ ലൈഫ്. അവൻ്റെ റിയാക്ഷൻ വീഡിയോസ് എന്താ അവൻ്റെ പേരറിയോ? മാസ്റ്റർ മൈൻഡ് മാനു. മാസ്റ്റർ മൈൻഡ് മാനു 13.3K ആണ് എനിക്ക് സബ്. 13.3K അവനിക്ക് സബ്ബുള്ളൂ. അവൻ ഇപ്പം തുടങ്ങിയിട്ടുള്ളൂ. അവൻ എനിക്ക് ഉണ്ടാക്കിയ റിയാക്ഷൻ വീഡിയോസാണ്. എനിക്ക് അവനോടാണ്, ഈ മാനുവിനോടാണ് എനിക്ക് പറയാനുള്ളത്. മാനോ, ലൈഫ് ജീവിതം നീ തുടങ്ങിക്കഴിഞ്ഞാലാണ് നിനക്ക് ലൈഫിൻ്റെ കഥ എന്താണെന്ന് അറിയുള്ളൂ. ഓക്കെ, ലൈഫ് നീ തുടങ്ങണടാ. യൂട്യൂബ് ഒന്നും അല്ലടാ, യൂട്യൂബ് അല്ലടാ ലൈഫ്. ഞാനിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണ്, ടിക്ടോക്ക് പോലെ എന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം യൂട്യൂബിനും. പിന്നെ നീ പറയണ്ടല്ലോടാ പണിയെടുത്ത് എടോ പണിയെടുക്കാൻ വയ്യടോ. 5 മക്കളെ പ്രസവിച്ചിട്ട് ഭയങ്കരമായിട്ട് ബാക്ക് പെയിനും ബാക്കിയുള്ളതൊക്കെ അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. നീ പണിക്ക് പോവാ പറയുമ്പോൾ നമുക്ക് പണിയെടുക്കാൻ വയ്യ, ഷോപ്പുകളിലൊക്കെ പോയി നിൽക്കാൻ വയ്യ. നിങ്ങൾ ഷാജിദ പറയുന്നത് മനു എന്നുള്ള പേരങ്ങ് മാറ്റി മാനു എന്നാക്കി. ഇപ്പോൾ മനുവിൻ്റെ ഫാമിലിക്കൊക്കെ പുതിയ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്, മാനു എന്നാക്കിയിട്ടുണ്ട്. ഇനി മനുവിനെ മാനു എന്ന് വിളിച്ചാൽ മതി. പുതിയ പേരിടൽ ചടങ്ങൊക്കെ നടത്തിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഷാജിദയ്ക്ക് ഒരു കണ്ടിന്യൂഷൻ ഇല്ല കേട്ടോ. എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കണമെന്ന് അറിയില്ല. തുടങ്ങി അങ്ങ് പോവാണ്. കാര്യം വെറുതെ അങ്ങ് എന്തെങ്കിലുമൊക്കെ അങ്ങ് വായി തോന്നി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഒരു ഒടുക്കവും തുടക്കവും ഒന്നും ഇല്ലാത്തത്. അതായത് എന്ത് പറയണമെന്നൊന്നും അറിയത്തില്ല. മനുവിൽ തുടങ്ങി മനു പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അങ്ങ് പറയുകയാണ് കേട്ടോ. ഇപ്പം മനു അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം മനു എന്താണ് പറയാനുള്ളത്, അപ്പം മനുവിന് ഷാജിദയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. പുള്ളിക്കാരി പറയുന്നത് വേറെ ആരോ പറഞ്ഞ സാധനങ്ങളെ ക്രെഡിറ്റ് എല്ലാം കൂടെ എൻ്റെ നെഞ്ചത്തോട്ട് എടുത്ത് വെച്ച് തന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് മറ്റാരാണ്ടുണ്ടാക്കിയ കുഞ്ഞിൻ്റെ എൻ്റെ അടുത്തോട്ട് തന്നുകൊണ്ടിരിക്കുകയാണ്. അതെനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞ സാധനങ്ങളുടെ ഉത്തരവാദിത്വം മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം പുള്ളിക്കാരി ഇട്ട് തമ്മിൽ നോക്കാം. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. പുള്ളിക്കാരി അത് ഡിലീറ്റ് ആക്കി. ഒരുപക്ഷെ കുറച്ച് സബ്സ്ക്രൈബറുള്ള ഒരുത്തിനെ അങ്ങനെ പറഞ്ഞ് പരാമർശിച്ച് ഹിറ്റാക്കണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. എന്തുകൊണ്ടാണ് ഒരു ഡിലീറ്റ് ആക്കിയെന്ന് എനിക്കറിയില്ല. നമുക്കതിന് തമ്മിൽ നോക്കാം. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ഒരാൾ ചത്താലും അത് കണ്ടന്റ് ആക്കും എന്ന് നന്നായിട്ടറിയാം. തീർച്ചയായിട്ടും കണ്ടന്റ് ആക്കും. നമ്മളുടെ വാർത്താ മാധ്യമങ്ങൾ നോക്കൂ. അവരൊരു മരണം നടന്നു കഴിഞ്ഞാൽ അതൊരു റിയാക്ഷൻ വീഡിയോ റിയാക്ഷൻ വീഡിയോ അവരത് വാർത്തയാക്കാറുണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു കണ്ടന്റ് ഉണ്ടാക്കാനുള്ളൊരു മരണമാണ് നടന്നെങ്കിൽ അത് തീർച്ചയായിട്ടും കണ്ടന്റ് ആക്കും. പക്ഷേ വിത്ത് ഓൾ റെസ്പെക്റ്റ് ആയിരിക്കും അത് ചെയ്യുന്നത്. അതിന് നിങ്ങൾ മിടുക്കന്മാരാണ്, താങ്ക് യു. പക്ഷേ എൻ്റെ നെഞ്ചത്തോട്ട് കയറിയാൽ ഒരിക്കലില്ല. ഞാനങ്ങനെ ചെയ്യുമോ? ബേസിക്കലി ഈ ഷാജിദ ഷാജി നമുക്ക് നേരെ വീഡിയോ തന്നെ തുടങ്ങാം. പുള്ളിക്കാരി ആദ്യം പറയുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ കുറിച്ച് പുള്ളിക്കാരി ആദ്യം പറയുന്നത് തന്നെ കേട്ട് തുടങ്ങാം. അതിനുശേഷം എൻ്റെ പേരിലേക്ക് വരാം. ആദ്യം പുള്ളിക്കാരി പറയട്ടെ. വീഡിയോസ് ഇട്ടിട്ട് നമ്മളെ തിന്നണവർക്കാണ് പറയാനുള്ളത്. പല കള്ളത്തരങ്ങളും പല കാര്യങ്ങളും പറഞ്ഞിട്ട് നിങ്ങളുടെ മുന്നിൽ ഓരോരുത്തർ വന്നിട്ടുണ്ടാവും. പക്ഷെ ഈ ഷാജിക്ക് എൻ്റെ ആവശ്യമില്ല. ഒരാളുടെയും കണ്ടന്റ് വിറ്റ് ഒരാളുടെ ജീവിതം വെച്ച് എനിക്ക് തിന്നേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരാളുടെയും കണ്ടന്റ് വിട്ട് ഒരാളുടെയും ജീവിതം തിന്നേണ്ട ഒരാവശ്യം ഷാജിദ ഷാജിക്ക് ഇല്ലെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നൊരു സ്വാഭാവികമായിട്ടും മറ്റൊരാളുടെ കണ്ടന്റ് എടുത്ത് വെച്ചിട്ട് അതിനകത്തുനിന്ന് അഭിപ്രായം പറഞ്ഞു തന്നെയാണ് അരി ഉണ്ടാക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്. ഓക്കെ, ന്യായീകരിക്കാൻ പറ്റുന്ന സാധനമല്ല നിങ്ങളുടെ ഒരു ആസ്പെക്റ്റ് നോക്കുമ്പോഴത്തേനും. താങ്കളുടെ കണ്ടന്റ് നമ്മൾ നോക്കുമ്പോഴത്തേനും ഷാജിദ ഷാജിയുടെ കണ്ടന്റ് എന്താണ്? അമ്മയെ കുറ്റം പറയുക, ഭർത്താവിൻ്റെ സഹോദരങ്ങളെ കുറ്റം പറയുക, ഇപ്പോൾ മക്കളെ കുറ്റം പറയുക, മക്കൾ പഠിക്കുന്ന സ്കൂളിനെ കുറ്റം പറയുക. സ്വന്തം കണ്ടന്റാണോ ഇതൊക്കെ? മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു തന്നെയല്ലേ നമ്മളും. അപ്പം അത് തന്നെ, നമ്മൾ ഒരേ തോണിയിലെ യാത്രക്കാരാണ്. നമ്മൾ നിങ്ങളുമായിട്ടൊരു പരിചയമില്ലാത്ത നിങ്ങളെ പറയുന്നു, നിങ്ങൾക്ക് അടുത്തറിയാവുന്നവരെ പറയുന്നു, അവരെ വിൽക്കുന്നു. അത്രേ ഉള്ളൂ വ്യത്യാസം.
പണിയെടുക്കാൻ പോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. താങ്കൾ ഈ ചെയ്യുന്ന യൂട്യൂബിലിടുന്ന വീഡിയോസിനെ ഒരു പണിയായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. നിങ്ങൾ 5 മക്കളെ നോക്കുന്നത് നല്ല കാര്യമാണെന്ന് എൻ്റെ വീഡിയോസിൽ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മക്കളെ വളർത്തുന്നതും നല്ല രീതിയിലാണെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാത്ത കാര്യങ്ങൾ എൻ്റെ പേര് പറയല്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കെതിരെ നിങ്ങൾ പറയുന്ന അലിഗേഷൻ ഞാൻ അറിയാതെ പറഞ്ഞെന്നൊക്കെയാണ്. അപ്പം നമ്മൾ അറിഞ്ഞിട്ട് പറയണ്ടേ, ബാക്കി പറയും. പിന്നെ എനിക്ക് ഞാൻ കേരള പോലീസിന്റെ ഇത് എത്ര ഡേറ്റ് ആണെന്നറിയോ? 15/5 ഞാൻ കേരള പോലീസ് മണ്ണാർക്കാട് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തതിന്റെ കടലാസ് 15/5/2025 ഇന്ന് ഇതില്ല. അവിടെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. ഒരു ബീർ കുപ്പിയിൽ നമ്മുടെയൊക്കെ മുസ്ലിങ്ങളുടെ മാനം കളയാൻ വേണ്ടിയിട്ട് വരി നിന്ന് കള്ളെ പേടിച്ച് കുടിക്കുന്ന അവനെ കുത്തിക്കൊന്നു 2 ആൾക്കാർ ബൈക്കിൽ വന്നിട്ട് വൈരാഗ്യത്തിന്റെ നിന്നൊക്കെ പോലുള്ള ഒരു റിയാക്ഷൻ വീഡിയോസ് വൈരാഗ്യത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ വേറെ റീച്ചിന് വേണ്ടി കണ്ടന്റ് വേണ്ടി ഇടാൻ നീ മനുവിനൊരു ബിഗ് ക്ലാപ്പ് ഉണ്ട്. കാര്യം ഷാജിദ എടുത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ, അതായത് ഷാജിദ മനുവിന്റെ പേര് പറഞ്ഞേക്കുന്ന ഓരോ കാര്യങ്ങളും എടുത്ത് ഓരോന്നോരോന്നായിട്ട് മനു അതിന് റിപ്ലൈ കൊടുക്കുന്നത്. അതായത് മനു പറയാത്ത കാര്യങ്ങളാണെന്നും മനു അങ്ങനെ ഒരു കാര്യം ഉപയോഗിച്ചിട്ടില്ല എന്നും കൃത്യമായിട്ട് മനുവിന് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ നല്ല രീതിയിലാണ് ആ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. അതായത് മൊത്തത്തിലൊരു കാര്യം വീഡിയോ എടുത്തിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞില്ല എന്നല്ല പറയുന്നത്. ഓരോന്നും എടുത്ത് അതിനെ ചൂഴ്ന്നു നോക്കി ഞാൻ എവിടെയാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത്, എന്ത് കാര്യത്തിലാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് അറിയാവോ? ഷാജിദ മനുവിൻ്റെ വീഡിയോ കണ്ടതിന് സമയത്ത് തുടക്കത്തിൽ നമ്മളൊരു ഇൻട്രോ ആയിട്ട് നമ്മൾ ഇതിനൊരു ഹൈലൈറ്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എടുത്താണ് ഈ ഷാജിദ വിമർശിക്കുന്നത്. അതായത് മനു ഇപ്പം ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് ഷാജിദ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം യൂട്യൂബിൽ വീഡിയോ ഇടുന്ന എല്ലാവരും കണ്ടന്റ് ക്രിയേറ്റർ ആണ്. അത് ഷാജിദയ്ക്ക് അറിയില്ലേ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും തന്നെ മക്കളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് കൈസിൻ്റെ പേരിൽ വിമർശനം കേട്ടോ. അപ്പം കൈസ് പറയുന്നത് അത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എഴുതിക്കുകയാണെങ്കിൽ ഞാൻ അത് എൻ്റെ ചാനൽ നിങ്ങൾക്ക് എഴുതി തരാമെന്നൊക്കെയാണ് കൈസ് പറയുന്നത്. ഇപ്പം മനു പറയുന്നത് മനു അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റുകളും പറഞ്ഞിട്ടില്ല. പക്ഷെ അപ്പം മനുവിൻ്റെ വീഡിയോസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. മാസ്റ്റർ മൈൻഡ് മനു എന്നാണ് ചാനൽ നെയിം. അപ്പം ആ ചാനലിൽ നിങ്ങൾ പോയി കണ്ടു നോക്കുക ആ വീഡിയോസ്. അപ്പോൾ അതിലെവിടെയെങ്കിലും ഷാജിദയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ഇല്ല, എങ്ങും ഈ ഷാജിദ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അല്ലാതെ ഷാജിദയുടെ പല കാര്യങ്ങളെ വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോസ് ഒന്നും ഫുള്ള് കാണാതാണ് വിമർശനത്തിന് ആളുകൾ എത്തുന്നത്. പക്ഷേ എന്തായാലും ഷാജിദ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാര്യം എൻ്റെ പേരിൽ എന്തായാലും അങ്ങനെ മനു കയറി റീച്ച് ആവണ്ട എന്നുള്ള രീതിയിലായിരിക്കണം. കാര്യം പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള എനിക്കും 13,000 സബ്സ്ക്രൈബറുള്ള നീയും എന്ന് പറഞ്ഞിട്ട് പുച്ഛിക്കുന്നുണ്ട്. ഈ സബ്സ്ക്രൈബർ കൗണ്ട് എന്ന് പറയുന്നത് ഷാജിദയുടെ ദയനീയ അവസ്ഥ. അതായത് ഭർത്താവില്ലാതെ 5 മക്കളെ കഷ്ടപ്പെട്ട് വളർത്തുന്ന ഒരു അമ്മയോടുള്ള സ്നേഹമാണ് അവിടെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾ ഓരോ സബ്സ്ക്രൈബേഴ്സിനെയും പുച്ഛിക്കുകയും ഇങ്ങനെ വിമർശിക്കുകയും ചെയ്തു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടില്ല, ഇനി കുറയാൻ ചാൻസ് ഉണ്ട്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അൺസബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ചാനൽ എന്ന് പറയുന്ന യൂട്യൂബ് എന്ന് പറയുന്ന സംഭവം ആർക്ക് പതിച്ചു തന്നിരിക്കുന്ന കാര്യങ്ങളല്ല. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതിനൊക്കെ നഷ്ടപ്പെടാവുന്നേ ഉള്ളൂ. അപ്പോൾ ആരും ഒന്നിനും അഹങ്കരിക്കുന്നത് ശരിയല്ല. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടേതായ കാര്യങ്ങൾ ഇട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ എനിക്കുള്ള വിമർശനവും ഞാൻ പറഞ്ഞതാണ്. നിങ്ങളെ മക്കളെ, അതായത് ആ കൊച്ചിനെ പിടിച്ചിരുത്തിയിട്ട് നീ അങ്ങനെ ചെയ്തില്ലേ, നീ ഇങ്ങനെ ചെയ്തില്ലേ, നീ മറ്റേത് ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊരു അമ്മയെന്ന നിലയിൽ ശരിയാണോ തെറ്റാണോ എന്ന് ഷാജിദ ഒന്ന് പരിശോധിക്കണം. അതായത് ആ വീഡിയോ ഇട്ടതിന് ശേഷം വീഡിയോ ഒന്ന് ഷാജിദ ഒന്ന് ആ വീഡിയോസ് കാണണം. അതിനുശേഷം ഷാജിദയ്ക്ക് മനസ്സിലാക്കണം ഷാജിദ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്, എന്തൊക്കെ കാര്യങ്ങളാണ് പറയാൻ പാടില്ലാതിരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ ഓരോ ദിവസവും ഇപ്പം ഈ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം സോഷ്യൽ മീഡിയയിൽ വരുന്ന സംഭവങ്ങളെ എടുത്ത് തങ്ങളുടേതായ അഭിപ്രായം പറയുക എന്നതാണ് റിയാക്ഷൻ ചാനലുകാരുടെ ലക്ഷ്യം. അതിൽ ആരോടും പേഴ്സണലായിട്ട് ഒരു വൈരാഗ്യം ഉണ്ടായിട്ടോ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് ഷാജി ആരാണോ നമ്മൾ കേട്ടിട്ടോ ഒന്നുമില്ല. ഈ യൂട്യൂബിലോടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോട് നേരിട്ടുള്ള വൈരാഗ്യം കൊണ്ട് നിങ്ങളെ അപമാനിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങളോടുള്ള വിമർശനം മാത്രമാണ് ഏത് റിയാക്ഷൻ ചാനലുകളായാലും ചെയ്യുന്നത്. നിങ്ങളെ എടുത്ത് കണ്ടന്റ് ആക്കുന്നത് ആരും ചെയ്യുന്നത് അത് മാത്രമേ ഉള്ളൂ. അതിൽ നിങ്ങളോട് എനിക്ക് ഒരു പേഴ്സണലി ഒരു അടുപ്പം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു അമ്മയാണ്, എനിക്ക് 2 മക്കളുണ്ട്. അപ്പോൾ ഈ 2 കുഞ്ഞുങ്ങളെ എൻ്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിട്ട് പോലും മുന്നോട്ട് വളർത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ അവരുടെ സ്കൂളിലെ കാര്യങ്ങളായാലും മറ്റു കാര്യങ്ങളായാലും അവരെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്ന 2 പെൺമക്കളായിട്ട് പോലും ബുദ്ധിമുട്ടാണ്. ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ 5 മക്കളെ വളർത്തുന്നത് വളരെ ബുദ്ധിമുട്ടിയായിരിക്കും. അത് ഓക്കെ തന്നെയാണ്. അപ്പം നിങ്ങളുടെ മക്കളുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ്.
അപ്പോൾ ആ കുഞ്ഞിന് മാർക്ക് കുറഞ്ഞത് നിങ്ങൾക്ക് വളരെയധികം വിഷമമായ കാര്യമാണ്, സത്യം തന്നെ. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഓരോ ക്ലാസ്സിലും ഉയർന്ന ക്ലാസ്സിലേക്ക് പഠിച്ച് വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ ഒരു കുഞ്ഞിനെ LKG അവർ ഫുൾ A+ വാങ്ങിച്ചത് നമ്മൾ 10ാം ക്ലാസ്സിൽ അവർക്ക് ഫുൾ A+ വാങ്ങിക്കാനുള്ള ഗ്രാസ്പിംഗ് കപ്പാസിറ്റി കാണണമെന്നില്ല. അതായത് എല്ലാം ഗ്രാസ്പ് ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ചിലപ്പോൾ കുറയും ചില കുഞ്ഞുങ്ങൾക്ക്. പിന്നെ ജീവിത സാഹചര്യങ്ങൾ അതുപോലെ മനോവിഷമങ്ങളെ കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് പഠിത്തത്തിൽ ചിലപ്പോൾ ഉളപ്പൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഈ കുഞ്ഞുങ്ങളത് പറയുന്നുണ്ട്, ഞങ്ങൾ പഠിക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് മാർക്ക് കിട്ടാത്തതെന്ന് പറയുന്നത്. അതൊന്നും മനസ്സിലാക്കാതെ ഷാജിദ ഇങ്ങനെ സ്കൂളിനെയും മറ്റുള്ള അധ്യാപകരെയും ഇങ്ങനെ വിമർശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഈ ഒരു ഇഷ്യൂസ് ഇങ്ങനെ, അതായത് സ്കൂളിൽ ഇങ്ങനെയുള്ള സെക്ഷൽ ഹരാസ്മെൻ്റ് ഒക്കെ നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ്. പക്ഷെ അതൊന്നും പറയേണ്ട രീതി ഇങ്ങനെയല്ല. ആ മക്കളെയൊക്കെ പിടിച്ച് നിർത്തിയിട്ടല്ല അത് ചെയ്യേണ്ടിയിരുന്നത്. അതിനൊക്കെ നല്ല രീതിയിലുള്ള സോഷ്യൽ മീഡിയത്തോടെ, അതായത് നിങ്ങളുടെ ചാനലിൽ കൂടെ തന്നെ നിങ്ങൾക്ക് അത് പുറത്ത് പറയാം. പക്ഷെ അത് നിങ്ങളുടെ മക്കളുടെ പേരോ അത് മക്കളുമായി ബന്ധപ്പെട്ട മറ്റു കുട്ടികളുടെ പേരോ വലിച്ചിഴയ്ക്കാതിരിക്കാമായിരുന്നു. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ നല്ലൊരു യൂട്യൂബറാണ്. അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഓപ്ഷൻ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പം അത് വെച്ച് നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. അല്ല മറ്റുള്ള ചാനലുകാർ, ഇപ്പം ഞാനായാലും മനു ആയാലും കൈസ് ആയാലും ഇപ്പോൾ ആരായാലും, ഇപ്പം ഞാൻ ഒരു കുഞ്ഞു ചാനലാണ്, ഏറ്റവും കുഞ്ഞു ചാനലാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഡ്യൂട്ടി തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്, നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം കൈസൊക്കെ വലിയ ചാനലുകളാണ്. മനു ഭേദപ്പെട്ട് തുടങ്ങി. ഇപ്പം 13K എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര കുറഞ്ഞ സബ്സ്ക്രൈബർ കൗണ്ടൊന്നും അല്ല. 13K ആക്കിയെടുക്കാനായിട്ട് പെടുന്ന പാടെന്ന് പറയുന്നത്, എനിക്കൊന്ന് ഫാമിലി വ്ളോഗ്സിന് കിട്ടുന്ന അത്രയും സബ്സ്ക്രൈബർ കൗണ്ടൊന്നും നമ്മളെ റിയാക്ഷൻ ചാനലുകാർക്കൊന്നും പെട്ടെന്ന് കിട്ടില്ല. നമ്മളൊക്കെ റീച്ചായിട്ട് വരും. നമ്മളൊരു നാൾ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളൊരു ചാനലായിട്ട് മാറുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഈ പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ പച്ചയിറച്ചി തിന്നു ജീവിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഏതൊരു ചാനലുകാരായാലും ഇപ്പം നിങ്ങളെ ഫാമിലിയിലെ കാര്യങ്ങൾ കണ്ടന്റ് ആക്കി എടുത്ത് ചെയ്യുന്നു, അത് നിങ്ങളുടെ യൂട്യൂബിലൂടെ പബ്ലിഷ് ചെയ്യുന്നു. അപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ റിയാക്ട് ചെയ്യുന്നു. ഞങ്ങളുടെ അഭിപ്രായം ഇപ്പം മനു അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഏതൊരു വ്യക്തി ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് പറയാനുള്ള അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തും. ഈ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ പറ്റാത്തല്ല, കമൻ്റായിട്ട് രേഖപ്പെടുത്തുന്നില്ല. ഞങ്ങളുടെ അഭിപ്രായം നേരിട്ട് ഞങ്ങളുടെ ചാനലിലൂടെ പറയുന്നു, അത്ര മാത്രമേ ഇവിടെ ഉള്ളൂ. അത് കറക്റ്റായിട്ടൊരു കാര്യമാണ് മനു പറയുന്നത്. എന്തായാലും ഷാജിദ ഇനിയെങ്കിലും മനസ്സിലാക്കുക, സോഷ്യൽ മീഡിയയിൽ പറയേണ്ട കാര്യങ്ങളും പറയാത്ത കാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഓക്കെ, നിങ്ങളുടെ ചാനൽ ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ മറ്റുള്ള ചാനലുകളെ താഴ്ത്തിക്കെട്ടാതിരിക്കുക, അതുപോലെ തന്നെ പ്രാകാതിരിക്കുക. അത്രയേ ഉള്ളൂ പറയാനായിട്ട്. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.